നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്നൊരു മേജർ മൈൽ സ്റ്റോണിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. 3 years ഉള്ള കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടതൊന്ന് 3 വയസ്സെന്ന് പറയുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പീക്ക് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം 3 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ട്രാൻസിഷൻ ടു പ്രീ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലോട്ടായിരിക്കും. സോ എല്ലാ അമ്മമാരും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബിഫോർ ഗോയിങ് പ്രീ സ്കൂൾ, നമ്മൾ പ്രീ സ്കൂളിലാക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്കൊരു ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഇവർക്ക് എങ്ങനെയാണ് ആ ഒരു ഗ്രാസ്പിംഗ് പവർ, അല്ലെങ്കിൽ അറ്റൻഷൻ എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ആദ്യം ചെക്ക് ചെയ്തിട്ട് നമ്മൾ പ്രീ സ്കൂളിലോട്ട് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ പ്രീ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ ചിലപ്പോൾ ഒരു 1 year കൂടെ വീണ്ടും ഇരുത്തണം, അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയാൽ മതി എന്ന് ചിലപ്പോൾ ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാരൻസിന് വളരെയധികം ഒരു വിഷമമായിരിക്കും. കാരണം വീണ്ടും ആ ഒരു 1 year പോവുമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റും, അല്ലെങ്കിൽ മൈൻഡിൽ ടെൻഷനും ഓവറായിട്ടുള്ള ടെൻഷൻസും ഒക്കെ പാരൻസിന് ഉണ്ടാവാം. അപ്പോൾ നമ്മളൊരു ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെ വിടുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് എന്തൊക്കെ അവർ ഗ്രാസ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ 3 വയസ്സുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിൽ വരുന്നത് ഒരു 4-5 കാര്യങ്ങളാണ്. അതിലൊന്ന് ഞാൻ പറയുന്നത് ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയാണ്. ഈ ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയിൽ ഈ 3 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്നത് കൂടുതലും അവർക്ക് റൈഡിങ് സൈക്കിൾ, അല്ലെ ബൈസൈക്കിൾ അല്ലെങ്കിൽ ട്രൈസൈക്കിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ട്രൈസൈക്കിൾ ചവിട്ടാനായിട്ട് അവർക്ക് പറ്റും. മാത്രമല്ല സ്റ്റെപ്പുകൾ കയറാനായിട്ട് അവർക്ക് നമ്മുടെ സഹായം ഇല്ലാണ്ട് തന്നെ അവർ സ്റ്റെപ്പ് കയറും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഗ്രോസ് മോട്ടോർ ആക്ടിവിറ്റിയിൽ വരുന്നത്. രണ്ടാമത്തത് ഫൈൻ മോട്ടോറാണ്. ഫൈൻ മോട്ടോറിൽ നമ്മൾ പറയുന്നത് ഫിംഗേഴ്സ് കൊണ്ടുള്ള മൊമെൻറ്റ്സ് ആണ്. അവരെന്തൊക്കെയാണ് കൈകൾ കൊണ്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നാം പറയുന്നത് പെൻസിൽ ഹോൾഡിംഗ് ആണ്. കാരണം ഒരു 5 years ഒക്കെ ആയിട്ടും, അല്ലെങ്കിൽ ഒരു 6-7 years ഒക്കെ ആയിട്ട് പെൻസിൽ ഹോൾഡിംഗ് കറക്റ്റ് ആവാത്ത കുട്ടികളുണ്ട്. സോ അതിന് നമ്മൾ പെൻസിൽ ഗ്രിപ്പർ കൊടുത്ത് ശരിയാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ 3 yearലേ ശരിയാക്കി കൊണ്ടുവരേണ്ട കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്ന പെൻസിൽ ഹോൾഡിംഗ് ആണ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് അവർക്ക് നമുക്കൊരു സർക്കിൾ വരച്ചു കൊടുത്താൽ അവർ തിരിച്ച് ആ സർക്കിൾ നമുക്ക് വരച്ച് കോപ്പി സർക്കിൾ ആയിരിക്കും. അതായത് നമ്മൾ വരച്ചു കൊടുക്കുന്ന കാര്യം ഒരു സർക്കിളാണെങ്കിൽ അവർ തിരിച്ച് അതേ സർക്കിൾ നമുക്ക് വരച്ചു തരും. മാത്രമല്ല അവരതിൽ സ്ലാൻഡിങ് ലൈൻ പഠിക്കുന്നുണ്ട്, കർവിങ് ലൈൻ പഠിക്കുന്നുണ്ട്, പല രീതിയിലുള്ള ലൈൻ പാറ്റേൺസ് അവർ ഈ 3 yearലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതാണ് ഫൈൻ മോട്ടോറിൽ വരുന്നത്. മൂന്നാമത് വരുന്നത് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഈ 3 year കുട്ടികൾ 3 വാക്കുകൾ ചേർത്ത് അവർ സംസാരിക്കും. അപ്പോൾ 3 വാക്കുകൾ ചേർത്തെന്ന് പറയുമ്പോൾ തന്നെ ഒരു സെന്റൻസ് ആവും. അത് കുഞ്ഞുങ്ങൾ പറയുന്നത് അമ്മ ഇവിടെ വാ, അമ്മ ഇവിടെ വാ, എനിക്ക് അത് വേണം, എനിക്ക് പാല് വേണം, എനിക്ക് പാല് വേണം. അങ്ങനെ വരുമ്പോൾ ഈ 3 വേർഡ് ചേരുമ്പോൾ ഒരു സെന്റൻസ് ആയി. അങ്ങനെ 3 വേർഡ്സ് ചേർത്തിട്ട് അവർ പറയും. മാത്രമല്ല ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഈ ഒരു 3 ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര അധികം സംശയം, ഡൗട്ട്സ്, ഓരോ കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്താ അങ്ങനെ ഇരിക്കുന്നത്, എനിക്കെന്താ ഇത് തന്നാലും, ഭയങ്കരമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ആയിരിക്കും അവർ ചോദിക്കുന്നത്. നമ്മൾ അത് ചോദിക്കുന്ന ടൈം നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യുകയല്ല വേണ്ടത്. നമുക്ക് കൃത്യമായി അതിനുള്ള ഉത്തരം കൊടുക്കുകയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് ഇംപ്രൂവ്മെൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ 3 year ഏജുള്ള കുഞ്ഞുങ്ങൾ ഇവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇവരുടെ പിയർ ഗ്രൂപ്പ്, ഇവരുടെ ഏജ് ഉള്ള ഗ്രൂപ്പ് കുട്ടികളുമായിട്ട് ഇവർ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് ഇവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും, മാത്രമല്ല ഇമോഷൻസിൽ ഇവർ വാല്യൂ കൊടുക്കുന്നതാണ്. നമ്മളൊന്ന് വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കളിക്കൊന്ന് പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വിഷമം വരും. നമ്മുടെ ഫീലിങ്സ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അവർ മനസ്സിലാക്കും. ദേഷ്യപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മൾ കളിപ്പിക്കുന്നതും, നമ്മൾ ചിരിക്കുമ്പോൾ അവർ കൂടെ ചിരിക്കുക, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർ വിഷമിക്കുക, അവർ തിരിച്ച് വിഷമം കാണിക്കുക, അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുക, അതിൽ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരിക, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുക, അങ്ങനത്തെ കളികളും ഇങ്ങനത്തെ ഇമോഷൻ
അറ്റൻഷൻസും കൂടുതലായിട്ടും ഇവർ വാല്യൂബിൾ കൊടുക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ 3rd ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ ആ കാര്യം അവർ ഓൺ ദ സ്പോട്ട് അവരുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. സോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം, നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതും എല്ലാം. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കൂടുതലും മിക്ക വീടുകളും ഗാഡ്ജറ്റ്സ് കൊടുക്കുന്ന ആണ് ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളത്. സോ അത് നമ്മൾ ഒഴിവാക്കുക. ഓവറായിട്ട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, സ്പീച്ച് ഡെവലപ്മെൻറ്റ് എല്ലാം കുറയാനുള്ള ചാൻസസും കൂടുതലാണ്. സോ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം. മാക്സിമം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു 3 year ഡെവലപ്മെൻറ്റൽ ഗ്രോത്തിൽ വരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.